കാടിൻ്റെ പൊന്മുട്ടയിടുന്ന താറാവിൽ ജയറാമിൻ്റെ മകനായിട്ട് അഭിനയിച്ച അക്കാലത്ത് 1988 ജയറാമിൻ്റെ മകനായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്, ആ ചെറിയ കുട്ടിയായിട്ട്. അപ്പോൾ വിശേഷം 1988 സത്യൻ അന്തിക്കാടിൻ്റെ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പട്ടാമ്പിക്കടുത്തുള്ള തണ്ണീർക്കോട് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം 4-5 കാരണങ്ങളുണ്ട്. അതിലൊരു മെയിനായിട്ടുള്ള കാരണം ഇതൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. ഫസ്റ്റ് ആദ്യമേ പറയട്ടെ. അപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം 1988 പുറത്തിറങ്ങിയ സത്യൻ അന്തിക്കാട് സാറിൻ്റെ പൊന്മുട്ടയിടുന്ന താറാവ്, അതുപോലെ തന്നെ മഴവിൽ കാവടി, ഇങ്ങനെ 2 പടത്തിൻ്റെ ലൊക്കേഷൻ ചിത്രീകരിക്കാൻ ഇവിടെ വന്നതാണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ, അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും കൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം ഒന്നുമല്ല, നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറായ രശ്മി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൊക്കേഷൻ തിരഞ്ഞെടുക്കാനും ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാനുള്ള കാരണം. അപ്പം അത് ലക്ഷ്മിൻ്റെ കുടുംബത്തിനും അതിനൊരു നന്ദി പറഞ്ഞു. ഇപ്പോൾ ഒന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ 1-2 കാര്യങ്ങൾ, ഒരു 3-4 വ്യക്തികളെ ഞങ്ങൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട വ്യക്തികളാട്ടോ. ഒന്ന് നമ്മളെ ഉത്തമേട്ടൻ, അതായത് പൊന്മുട്ടയിടുന്ന താറാവിൽ ഉത്തമേട്ടൻ്റെ സാന്നിധ്യം വളരെയധികം ഉണ്ട്. എന്താ വെച്ചാൽ പൊന്മുട്ടയിടുന്ന താറാവിൽ 1988 സത്യൻ അന്തിക്കാട് ഇവിടെ വന്നപ്പം തണ്ണിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉത്തമേട്ടനെ സമീപിക്കുകയും ഉത്തമേട്ടൻ സ്വന്തം വീട് ഈ പടത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. സ്വന്തം വീട്ടിലാണ് ഈ യൂണിറ്റ് അംഗങ്ങളെല്ലാം താമസിച്ചതെന്നാണ് പറയുന്നത്. ഉത്തമേട്ടൻ നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശശിയേട്ടൻ്റെ വീട്ടിൽ ഈ രണ്ടാമത് പറഞ്ഞ മഴവിൽക്കാവടി ആ ചിത്രം ചിത്രീകരിച്ചിട്ടുണ്ട്. ശശിയേട്ടനോട് നമ്മൾ കൂടുതൽ കാര്യം തിരക്കാം. മൂന്നാമത് ആയിട്ടുള്ളതാണ് ഒരു പ്രധാന വ്യക്തിയാണത്. അതായത് ഇതുവരെ യൂട്യൂബിലോ അങ്ങനെ കാര്യങ്ങളോ ന്യൂസിലൊന്നും വരാത്ത ഒരാളാണ്. അതായത് പൊന്മുട്ടയിടുന്ന താറാവ് ആ ചിത്രത്തിൽ ജയറാമിൻ്റെ മകളായി അഭിനയിച്ച ഒരു മകനുണ്ട്. ചെറുതാണ്, ചെറിയ കുട്ടിയായിട്ട്. വിഷ്വൽ താഴെ കൊടുത്തിട്ടുണ്ടാകും, കണ്ടാൽ മനസ്സിലാവും ഈ കുട്ടി. അപ്പോൾ ആ കുട്ടിയാണ് നമ്മളെ കൂടെ നിന്ന് ഈ സിനിമയുടെ ബാക്കി കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിരുന്നു, ഈ വരാനുണ്ടായ സംഭവങ്ങളൊക്കെ ബാക്കിയുള്ള പോയി കണ്ട ഉത്തമേട്ടനോടും കാര്യം ചോദിച്ച്. പിന്നെ ഒരു കാര്യം കൂടി, ചാനലിൽ പുതിയതായിട്ട് വരുന്ന അംഗങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഉത്തമേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചോ. ഇന്നുകൊണ്ട് ഉത്തമേട്ടന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. ആ സിനിമൻ്റെ വിശേഷങ്ങൾ, അതായത് ആ സിനിമ എന്നാണ് ഷൂട്ട് ചെയ്തതും ആരൊക്കെയാണ് ആ ടീമിലുണ്ടായിരുന്നതും ആരാണ് സംവിധാനം ചെയ്തതൊക്കെ ഉത്തമേട്ടൻ അറിയാം, കറക്റ്റായിട്ട് അറിയാം. കുറേ വർഷങ്ങൾക്ക് മുന്നാണ്. അപ്പോൾ അതിന് സഹകരിച്ച ഒരാളാണ്, ആ സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ച ഒരാളാണ്. അപ്പോൾ നമ്മൾ ഉത്തമേട്ടനോട് ചോദിച്ചോ. ഉത്തമേട്ടാ 88 സത്യൻ അന്തിക്കാട് പിന്നെ ഡയറക്ടറായിട്ട് വരുന്നത്. പിന്നെ അതിൽ സിനിമാകാരന്മാരായിട്ട് മമ്മൂക്കായ, ശ്രീനിവാസൻ, പിന്നെ ജയറാം, ഉർവശി, പിന്നെ പണിക്കരായിട്ട് മറ്റേ ഇന്നസെന്റ്. അങ്ങനെ മൊത്തം ഈ ഗ്രാമമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. മറ്റേ തട്ടാൻ്റെ വീട്, കല്യാണം റേഷ്യൻ്റെ ഇവിടെ, പിന്നെ ആ പാടങ്ങൾ കുളിക്കണ മറ്റൊരു പാടത്ത് കൂടെ പോയിട്ട് തോട്ടിൽ കൂടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെയാണ്. പിന്നെ കാറ് കേട് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അതുപോലെ തട്ടാൻ്റെ വീടും പണിക്കര വീടും തൊട്ടതാ, ഒരേ ഏതയാണ്. കുറച്ച് 1 കിലോമീറ്റർ ദൂരം. അതെ, 1 കിലോമീറ്റർ ദൂരെയാണ്. അത് ഒരേ ഏതയാണ്. അപ്പോൾ അവർ എന്നും തമ്മിൽ തല്ലാണ്. അങ്ങനെയാണ് ഈ 10 പവൻ്റെ മാല ഉണ്ടാക്കി കൊടുക്കലും. അത് മറ്റേ കൃത്രിമമായിട്ട് അവതാര പഠിപ്പിച്ചെന്ന് വെച്ചപ്പോൾ ഈ ചായക്കടയിൽ നിന്നാണ് അതിൻ്റെ ഇത്. ഈ ചായക്കടയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ താഴത്തിരിക്കും, മറ്റൊരു ശങ്കരാടി ഉണ്ടാവും, പരിപ്പുടയുടെ കേസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ട്. അതിൻ്റെ അതുപോലെ മുകളിൽ ഡാൻസ് ടീച്ചർ അപ്പോൾ ഷാരി എന്നാണ് പറയാം. അവിടെ ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് പൊടി ചാട്ടും. അപ്പം മമ്മൂക്കോയും മറ്റേ ആണല്ലോ ചായപ്പൊടിയുടെ ഓണർ. ആ സമയത്ത് ഇവിടുന്ന് പുകയ്ക്കും. അപ്പോൾ പുകച്ച് പുറത്തി അടിക്കാനുള്ള അപ്പോൾ ഇവിടെ വരും. അവർ പറഞ്ഞാൽ കേൾക്കില്ല. അവസാനം ഷാരി ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇവരെ എല്ലാവരും മേത്തേക്ക് ഒഴിക്കുക. അങ്ങനെ ഒരു രംഗം ഉണ്ടായില്ല. അത് ഇവിടെയൊക്കെ ഈ തണ്ണീർക്കോടിൻ്റെ ഈ ചെറിയ ലൊക്കേഷനാണ് ഇത്. പള്ളിയുടെ മമ്മൂക്കയൊക്കെ പള്ളിയിൽ പോവും. തൊട്ടവനൊരു പള്ളിയുണ്ട്, അവിടെ ആയിരുന്നു. എല്ലാം പിടിച്ച് അങ്ങനെയാണ് അവർ പിരിഞ്ഞു പോയത്. ഈ കട ചായക്കട. അതെ, ഇത് ശ്രീനിവാസൻ്റെ
തട്ടാൻ്റെ കട. ഈ തട്ടാൻ്റെ കട എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ചെറിയ പെട്ടി, സ്വർണ്ണപ്പണിക്ക് ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ ഒറിജിനൽ ഒരു തട്ടാൻ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നു. അപ്പം അതിന് മാറി അയാൾ ഇരുന്നു എന്ന് മാത്രം. ലൊക്കേഷനൊക്കെ അത് തന്നെ. കറക്റ്റ് ലൊക്കേഷനാണ്. അതെ, ഇപ്പം പൊളിച്ചിട്ട് അത് സത്യനന്ദിക്കാട് എങ്ങനെ ലൊക്കേഷൻ തിരഞ്ഞെടുത്ത് എങ്ങനെ അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു പെട്ടെന്ന് വന്നു, ഇവിടെ വന്നു. ഇത് കണ്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അതന്നെ എൻ്റെ ലൊക്കേഷൻ. അതായത് സത്യനന്ദിക്കാട് 3 അത് നിൽക്കുക. ഈ 2 മുറി കയറി ഗ്രാമത്തിനുള്ളിലാണല്ലോ. അതായത് കാര്യങ്ങളൊക്കെ അത് അക്കാലത്ത് അതൊരു ഭയങ്കര ഇതാണ്. അല്ല, അത് ആ കാലത്തല്ല, ഇപ്പോഴും ഹീറ്റായിട്ടും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു ആ പാട്ടും ആ ഗ്രാമങ്ങളിലെ ജീവിതം. 88-ലാണല്ലോ. അപ്പൊ അതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത്. വളരെ രസകരമായിട്ട് പൊൻകുട്ടയിടുന്ന താറാവല്ല, പിന്നെ അത് തട്ടാനായിരുന്നു ആദ്യം. അപ്പൊ അത് തട്ടാന്മാർക്ക് അതിലൊരു എതിർപ്പ് വന്നു, ജാതി. അപ്പൊ അങ്ങനെ താറാവാക്കി മാറ്റി. അതിവിടെ ഒരു വലിയൊരു പൊന്മുട്ടയിടുന്ന തട്ടാൻ. പിന്നെ നമ്മൾ പൊന്മുട്ടയിടുന്ന താറാവ് കൂടാതെ വേറെ ഒരു മഴവിൽക്കാവടി. മഴവിൽക്കാവടിയിലുള്ള കുറെ അതും ഇവിടെ തന്നെ ജയറാം മറ്റേ മാല പിടിച്ചിട്ട് ഓടി വന്ന് ചായപ്പിടിയിൽ വരലും, ആ ഭാസ്കരനെ പിടിച്ചിട്ട് തള്ളലും പിടിക്കലും, അതൊക്കെ ഇതേ സൈറ്റിലാണ്. ആ ഗേറ്റ് മറ്റേതായിരുന്നു, കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിച്ചില്ലുണ്ട് അന്ന്. അവിടെ പണിമുടക്കാം ഒരു ബോർഡും വെച്ചിട്ടുണ്ടാവും. സെയിം ലൊക്കേഷൻ ആ മതിൽ, മറ്റേത് ആ ഗേറ്റ്. അത് അന്നും അതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. പിന്നെ മാമുക്കോയ ഒരു മെയിൻ കഥാപാത്രമാണ്. അതെ, മാമുക്കോയ ചായപ്പൊടിയിൽ ഇങ്ങനെ ആ ഒറിജിനാലിറ്റി പല പടങ്ങളും ശ്രീനിവാസന്റെയും ഇന്നസെന്റിന്റെയും മാമുക്കോയുടെ ഒക്കെ മാക്സിമം ആ നാടകീയമായിരിച്ച ഗ്രാമപ്രദേശത്തിൽ ജീവിക്കുന്ന അതേ സെയിം കഥാപാത്രമായിട്ടാണ് അവരെല്ലാവരും കത്തി അഭിനയിച്ചതല്ല. ശരിക്കും ജീവിതമായിരുന്നു ആ പടത്തിൽ. അഭിനയിക്കല്ല. അതുപോലെ മറ്റേ ഭാസ്കരന്റെ അച്ഛൻ ഉണ്ടല്ലോ, അതായത് ഇതിന് വേണ്ടി കുറെ മുന്നേ പ്രിപ്പയർ ചെയ്ത കയ്യില്ല ഈ ലൊക്കേഷൻ തിരഞ്ഞെടുത്തത്. അവരൊരു സുപ്രഭാതത്തിൽ വന്നു, ഇവിടെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത് തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഈ കോൺടാക്ട് ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരെയായിട്ടും. അപ്പോൾ അവരാരും നോ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എപ്പോഴും ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ പോയാലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങൾ ആദ്യം അറിയായിരുന്നു തമ്മിൽ? ഇല്ല, പെട്ടെന്ന് വന്ന് പിന്നെയാണ് ഇപ്പോൾ രണ്ടാമത് വന്നു. നിങ്ങളെ വീട്ടിലാണ് താമസിച്ചതല്ലേ? എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ ഇരുന്ന് പഴയ വീട് അവിടെ. രാവിലെ 6 മണിക്ക് വരും. എന്താ പണി? എനിക്ക് വർക്ക്ഷോപ്പ് അല്ലേ? അത് ഇവിടെ തന്നെ അതന്നെ ദൈവസഹായം വർക്ക്ഷോപ്പ്. ദൈവസഹായം അതിന്റെ വർക്ക്ഷോപ്പാണ്. അതിലാ ട്രാക്ടർ ലോറി. അടുത്തൊരു സീൻ എന്ന് പറഞ്ഞാൽ അതേ വർഷം 1989 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മഴവിൽക്കാവടി എന്ന് പറഞ്ഞ ജയറാമിൻ്റെ ഒരു പടമുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പൊന്മുട്ടയിടുന്ന താറാവിൽ അഭിനയിച്ച ഒരുപാട് ആൾക്കാർ അതേ ഇതിൽ തന്നെ സത്യനന്ദിക്കാട് നിർമ്മിച്ച പടമാണ് മഴവിൽക്കാവടി. വർഷം 1989. അതിൽ ജയറാമുണ്ട്, ഊർവശിയുണ്ട്, ഇന്നസെൻ്റ്, മാമുക്കോയ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്തും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജയറാം സ്വപ്നം കാണുന്ന വീട്ടില്ലേ, അപ്പോൾ അങ്ങനെ കുറച്ച് സീനുള്ളത്. അപ്പോൾ പണ്ടുള്ള ആ വീട് അതേ ലൊക്കേഷൻ തന്നെ, സെയിം ലൊക്കേഷൻ തന്നെ ഇത് ഈ കാണുന്ന എൻ്റെ പുറകിൽ കാണുന്ന വീട് ജയറാമിൻ്റെ വീടായിട്ട്. പിന്നെ ജയറാമിനെ ഇറങ്ങിപ്പോകാൻ പറയുന്നൊരു സീനൊക്കെ അതൊക്കെ ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത് ആ സിനിമയിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആളുണ്ട്. അതായത് ആളെന്ന് പറഞ്ഞാൽ അന്ന് അയാൾ ചെറുതാണ്. ഇപ്പോൾ ഒരു കഥ മൊത്തം അറിയാം, സിനിമ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ മൊത്തം അറിയാം, സിനിമ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാര്യം കൂടുതൽ അറിയാൻ വേണ്ടി ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ വീട്ടിൽ അന്ന് ചിത്രീകരിച്ച ടൈമിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശശി അല്ലേ? ശശിയേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ശശിയേട്ടൻ്റെ വീടാണിത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. അപ്പോൾ ശശിയേട്ടാ, ആ സിനിമ അതായത് 1988 ആ സിനിമ സത്യനന്ദിക്കാടിൻ്റെ? 88 89. 89 89.
അപ്പോൾ ജയറാമിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച അതെ അതെ. ഇവിടെ അവന് താമസിക്കുന്ന ഒരു സീനില്ലല്ലോ, സ്വപ്നം കാണുന്ന വീടാണ്, ഒരു കല്യാണ സീനുള്ള വീടാണ്. കല്യാണ സീൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്ന ആ വീട്. അതെ, ജയറാമസിന്റെ സ്വപ്നത്തിലുള്ള വീട്. പിന്നെ ഇറങ്ങി പോകാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? അത് പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടേ ഇപ്പൊ ഈ ജയറാമിന്റെ വീടൊക്കെ ഇന്നസെന്റ് വാങ്ങാണ്, ആധാരം പണം വെച്ചുള്ള പൈസ. അപ്പൊ പൈസ കൊടുക്കാൻ പാകില്ല ജയറാമിന്. അപ്പൊ ഈ വീട് ഇന്നസെന്റ് സ്വന്താക്കിയിട്ട് ഇനി ഒന്നുമില്ല, നിങ്ങൾ ഇറങ്ങി പോവാ, ഈ വീടും പറമ്പ് ഇന്ത്യയാണ്, ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയണം. പിന്നെ ഇവിടുന്ന് ഈ വരാന്തയിലുള്ള സീൻ ഏതാ? വരാന്തയിൽ പറഞ്ഞ ഈ തൂണിന്റെ അവിടെ ജയറാം ഇരുന്ന് സ്വപ്നം കാണും. അപ്പൊ മുഹൂർത്തായി വാ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സീനാണ് ഇവിടെ ഉള്ളത്. ഈ ഇവിടെ ഉള്ളത് പിന്നെ ഒന്നുമില്ല. ഈ മതിലില്ല, ഈ വീടില്ല, മറ്റേ ഈ ബിൽഡിംഗ് ഇല്ല, ഒന്നുമില്ല. അന്ന് ഇവിടെ ഒരു തൊഴുത്താണ്, വേറെ ഒന്നുമില്ല, ഒറ്റ പറമ്പാണത്. ആ അതെ അതെ, വേലി മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിനൊരു 65 കൊല്ലം പഴക്കമുണ്ട്. എന്തോ 2000 രൂപയുടെ വന്നവര് 2000 രൂപ ഒരു കവറിലിട്ടിട്ട് തന്നു. അത് ഒരു ദിവസം ഷൂട്ടിംഗ് ആണ്, ഒറ്റ ദിവസം ഷൂട്ടിങ്. 2000 രൂപ വന്നു അന്ന് 89. അല്ല, അന്ന് ഒരു ലോഡ് മണലിൽ 200 റുപ്യ ഉള്ളൂ. എന്താ കാണിച്ച് മണലിന്റെ കാര്യം പറഞ്ഞില്ലേ, അന്ന് മിറ്റൊക്കെ ചളിയിരുന്നു ഇവിടെ. അപ്പൊ അവര് ഒരു ലോഡ് മണലിറക്കി ഈ മിറ്റത്തൊക്കെ പരത്തി വരുന്നുണ്ട്. അന്ന് 2000 റുപ്യാണ് ഒരു ലോഡ് മണലിന്. അല്ല 200 റുപ്യ, 200 റുപ്യാണ് ഒരു ലോഡ് മണലിന്. അപ്പൊ ആലോചിച്ച് എത്ര കൊല്ലം. അതെ അതെ അതെ, അന്ന് 2000 റുപ്യ വന്നോട്ട് ഒരു കവർ ഇട്ടാക്കിയിട്ട് എൻ്റെ പ്രൊഡക്ഷൻ മാനേജർ 2000 റുപ്യ. അങ്ങനെ ആ മഴക്കാട് ഇവിടെ. പിന്നെ നമ്മുടെ ഒടിയുണ്ണീഷനും ഒരു ജഗന്നാഥനുള്ളൂ, ജഗന്നാഥൻ മരിച്ചു കൊണ്ടുപോയി. അതെ, അപ്പൊ അവരും കൂടി വരുന്നുണ്ട്, ഇങ്ങനെ അവിടുന്ന് വരുന്നുണ്ട്, താൻ നാളെ മുതൽ എത്താൻ വരണ്ട പറഞ്ഞ സീനുണ്ടല്ലോ. ഇതന്നെ മഴക്കാട് തന്നെ. അവർ രണ്ടാളും സീനും കൂടി ഉണ്ട്. ഇറങ്ങി വരുന്നത് ആ തെങ്ങി എത്തിയിട്ട് ഇങ്ങനെ ഈ ബാളം കേട്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ എന്താ പ്രശ്നം ചോദിക്കാണ്? പ്രശ്നമൊന്നുമില്ല, താൻ നാളെ പോലെ എത്താൻ വരണ്ട, ഈ വീടും പറമ്പ് എന്റേതാണ്. പുറത്താക്കിയത് അത് അങ്ങനെ ഒരു സീൻ മാത്രമേ ഉള്ളൂ. അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു, അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നു? എന്താ എന്നെ സംഭവം? ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല. താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട, ഈ വീടും പുരയോടും ഇനി എന്റെ കഷ്ടം. നമ്മുടെ വീട് ഭാഗത്തുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, മരിച്ചു പോയ ഒരുപാട് ആൾക്കാരുടെ സിനിമയിലുണ്ട്. നോക്കിയാൽ മതി. അതെ അതെ അതെ, അമ്മ ഉണ്ട്, നമ്മുടെ നാല് ഭാഗത്തുള്ള ഒരുപാട് സ്ത്രീകൾ, അവരൊക്കെ മരിച്ചു പോയി. ഇപ്പൊ അവരൊക്കെ കാണണമെങ്കിൽ നമുക്ക് ആ സിനിമ ഒന്ന് പ്ലേ ചെയ്താണ്. കുറെ ആൾക്കാർ മരിച്ചുപോയി. പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പൊന്മുട്ടയിടുന്ന താറാവിൽ 1-2 വീട്, അതായത് പണിക്കര വീടായിട്ട് ചിത്രീകരിച്ച വീടാണ് ഈ കാണുന്നത്. പണിക്കർ വീട് എന്നാണ് ഈ സിനിമയിൽ അത് അറിയപ്പെടുന്നത്. പണിക്കരായിട്ട് അഭിനയിച്ച ചിത്രത്തിൽ ഇന്നസെൻറ്റിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച വീടാണത്, പണിക്കർ വീട്. പിന്നെ തട്ടാൻ ഭാസ്കരൻ ശ്രീനിവാസിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച വീടാണിത്. ഇത് മാത്രമേ മാറ്റുള്ളൂ, ഇത് പുതിയ കൺസ്ട്രക്ഷനാണ്, പുതിയ ബിൽഡിങ്ങാണിത്. പക്ഷേ പണിക്കർ വീട് ഇപ്പോഴും അതേ വീട് തന്നെയാണ്
അപ്പോൾ ആണെന്ന് നടന്ന കുറച്ച് സീൻസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് കോമഡി സീനൊക്കെ ഉണ്ട് ഇവിടുന്ന്. അതായത് പണിക്കര വീട് ആയിട്ട് ചിത്രീകരിച്ച വീട്, പിന്നെ തട്ടൻ ഭാസ്കറിൻ്റെ വീട്, ശ്രീനിവാസൻ്റെ ക്യാരക്ടർ ആയിട്ട് അഭിനയിച്ച ആ വീടാണ്. പണ്ട് ഇന്ന് ഇവിടെ മതിലായിപ്പോയി. പണ്ട് ഇവിടെ വെയിലാണ്. അപ്പോൾ അതിൽ ശ്രീനിവാസൻ ഇടയ്ക്കിടയ്ക്ക് ഈ വെയിൽ ചാടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ വീട്ടിൽ പണിക്കര വീട്ടിൽ വരുന്നുണ്ട് വേര്. ഊർവശിനെ കാണാൻ മതിൽ ചാടി ഇതുവഴി വന്നിട്ട് ഇവിടെ ഒരു ജനലുണ്ട്. ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ സ്നേഹലത എന്ന് വിളിക്കുന്ന ഒരു സീനുണ്ട്. അതാണ് ഇവിടെ നിന്നാണ് എടുത്തത്. അത് ജനലും അത് ആ ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഈ ജനൽ തുറന്നിട്ടാണ് ശ്രീനിവാസൻ ഊർവശിനെ വിളിക്കുന്നൊരു സീൻ. അപ്പം ഇന്നസെൻ്റ് ആടുന്ന് ഇവിടുന്ന് വരിക ആരാരെന്ന് ചോദിച്ചിട്ട് ടോർച്ച് അടിച്ചിട്ട് അപ്പോൾ ഓടി മതിൽ ചാടി തിരിച്ച് വീട്ടിലേക്ക് പോകണ സീനകഥ ഇവിടുന്ന് ചിത്രീകരിച്ചത്. സ്നേഹലതേ 1988 ആ സിനിമ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തത്. അന്നുള്ള ഒരു വീട് ഇത് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ പൊളിച്ച് വേറെ വീടുണ്ടാക്കി. അതായത് ഇപ്പോൾ പണിക്കരായിട്ട് അഭിനയിച്ച ഇന്നസെൻറ്റിൻ്റെ വീടാണിത്. ഈ വീട് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അതേപടി. ചെറിയ വർക്കുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ അതേ ഒരു കുളത്തിൽ തന്നെയുള്ളത്. പക്ഷെ വീട് നല്ല സ്റ്റൈലും വീട് തന്നെയാണ്. ഒരു കുഴപ്പമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഇന്നസെൻറ്റിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച വീടാണിത്. അതായത് ഇതിന് നമ്മൾ ഫ്രണ്ട് സൈഡ് ഒന്ന് കാണാം. അത് ഈ വീട് ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടാണ്. അതായത് ഇന്നസെൻറ്റിൻ്റെ തട്ടാനായിട്ട് അഭിനയിച്ചത് ഇന്നസെൻറ്റിൻ്റെ വീട്, ഇന്നസെൻറ്റിൻ്റെ അച്ഛൻ്റെ കുറേ കോമഡി സീൻസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതായത് ആ ഇന്നസെൻറ്റ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്ന ഒരാളാണ് ഈ ചിത്രത്തിൽ. പണിയായിട്ടുള്ള കോമഡി സീൻസൊക്കെ ഈ വീട്ടിൽ നിന്നാണ് ചിത്രീകരിച്ചത്. ആയിരത്തി 1988 ജയറാമിൻ്റെ മകനായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. ആ ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ചത്. അയാളിപ്പോൾ നമ്മൾ തേടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ഈ ബേക്കറിയിലാണുള്ളത്, KA ബേക്കറി. ഈ ബേക്കറിയിലാണുള്ളത്. അപ്പം വിജേഷ് എന്നാണ് മുമ്പ് പേര്. ഓരോട് നമ്മൾ ഡയറക്റ്റ് ചോദിച്ചിട്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വിജേഷേട്ട 1988 സത്യൻ അന്തിക്കാടിൻ്റെ പൊന്മുട്ടയിരുന്ന താറാവിൻ്റെ പുറത്തിറങ്ങിയല്ലേ? അപ്പോൾ താങ്കളന്ന് ചെറുതല്ലേ? 1 വയസ്സായല്ലേ? 1 വയസ്സായല്ലേ? ഒന്ന് ജയറാമിൻ്റെ മകനായിട്ടാണ് അതിൽ അഭിനയിച്ചത്. ഓർമ്മയുണ്ട് എന്തെങ്കിലും ചെറിയ പറഞ്ഞതിലുള്ള ഒരു പറഞ്ഞു കേട്ടത് തന്നെ ഉള്ളൂ, അല്ല അതൊന്നും ഓർമ്മയൊന്നുമില്ല. ഇപ്പം എത്ര വയസ്സായി? ഇപ്പം 34 35 ആവണം. അന്ന് അതേ ലൊക്കേഷൻ അവിടെ ആണോ താമസിക്കുന്നത്? അല്ല, അത് ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീടാണത്. അതിൻ്റെ തൊട്ട് വീട് ഒരേ പറമ്പിലുള്ള വീടാണ്. അതിൻ്റെ തൊട്ട് വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല, ചെറിയ 1 വയസ്സ് പറഞ്ഞു കേട്ട ഒരു ഓർമ്മയൊന്നുമില്ല, അല്ല നേരിട്ട് കണ്ടുള്ള ഒരു മകനായിട്ടല്ലേ? എത്ര സീനുണ്ട്? മകനല്ല, ആക്ച്വലി അതിൽ പെൺകുട്ടിയായിട്ടാണല്ലോ, മകള് ആ ലെവലാണ് അത്. 1 വയസ്സാണല്ലോ? അതെ, 1 വയസ്സ്. അതിൽ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഹാഫ് ടൈം മുതൽ ഉണ്ട്. അത് അതെ അതെ, കുട്ടിയായതുകൊണ്ട് എപ്പോഴും കയ്യിലുള്ള ഒരു സീനാണല്ലോ. പിന്നെ എന്തെങ്കിലും അവസരം തേടി വന്നിട്ടുണ്ട്? ഒരുപാട് പേര് നാളൊരു ഇതിൽ ഒരാൾ വിളിച്ചു. പിന്നെ നമുക്കതിനോടൊരു എന്ന് പറഞ്ഞാൽ താല്പര്യക്കേടല്ല, പക്ഷെ അതിനൊരു ടൈം നമുക്കൊരു ബിസിനസ്സും ഇതൊക്കെ ആയിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
കുറേ ആൾക്കാർ അറിയപ്പെടുന്നുണ്ടോ ഈ കാരണം കൊണ്ട് തന്നെ? ഇവിടെ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അറിയാം. അറിയാമല്ലോ. അല്ലാതെ പുറത്തിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതല്ലല്ലോ. ഇത് അങ്ങനത്തെ ഒരു ഇപ്പോഴല്ലേ ഇതൊക്കെ ഇത്ര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഈ അപ്പോഴല്ലേ ഇപ്പോൾ എന്താണ് ഇവിടുത്തെ ഈ ആൾക്കാർക്കൊക്കെ ഒരു ഇതെല്ലാവർക്കും അറിയാം. കാരണം അവരിവിടെ ജനിച്ചു വളർന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. അമ്മ ഊർവശി എന്ന അമ്മയിട്ടുണ്ടായിരുന്നു. മനസ്സിനൊക്കെ ഇപ്പം അടുത്ത് വെച്ചതാണ്. സത്യനന്ദിക്കാടൻ തന്നെ അടുത്ത് വെച്ച പടം. അതെ, അത് പുള്ളിയുടെ ഒരു ഇതെല്ലാ ലൊക്കേഷനും ഇവിടെയാണല്ലോ. പിന്നെ സ്നേഹസാഗരം പറഞ്ഞൊരു പടം വന്നിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട്. പിന്നെ ഇത് മഴവിൽ കാവടി. അതെ അതെ അതെ, ഏകദേശം അടുത്തടുത്ത് വീടുകളാണല്ലോ. അതിനായിട്ട് നമ്മൾ നോക്കിയില്ല. പിന്നെ ഞാൻ കുവൈറ്റിലായിരുന്നു, ഒരു 7 വർഷം കുവൈറ്റിലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ബസ്സുകളുണ്ട്, റോഡ് ബസ്സുകളുണ്ട്. പിന്നെ ഷോപ്പ്, ഇത് ഫാൻറ്റിൻ്റെ ഷോപ്പാണ്, കെ ബേക്കറി പുള്ളി തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ പുള്ളിയുടെ ഇതിൽ ഞാൻ അങ്ങനെ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ കടയായിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ ഇതായി പോകാത്തേ ഉള്ളൂ. കാണാൻ പറ്റിയ നല്ലൊരു ഭാഗ്യം. എന്തായാലും ഇതുവരെ ഞാൻ യൂട്യൂബിലോ കാര്യങ്ങളൊന്നും കണ്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തിനെ. അതായത് എല്ലാവരും വന്ന് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെയ്ത് പോകാറുണ്ട്. അവിടെ ബിൽഡിംഗ് ഒന്നും കണ്ടില്ല. അപ്പോൾ ആ വീട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു വീടുണ്ട്, മറ്റേ വീട്. അതെ, മറ്റേ വീട് പിന്നെ പൊളിച്ച് പുതിയ ടെറസ് പണിക്കര വീടുണ്ട്. പിന്നെ അതല്ല കുറേ ഫണ്ണി സീനൊക്കെ എടുത്ത്. അതെ അതെ, അതൊക്കെ മാറി, എല്ലാം മാറിയല്ലോ. 2 നില ബിൽഡിംഗ് അതൊന്നുമില്ല. താലയെല്ലാം കൂടെ എല്ലാം ഒന്നുമില്ല. അതെല്ലാം കൂടെ ഷൂട്ട് ചെയ്യാൻ വന്നായിരുന്നു. ഒരു നല്ലൊരു കാഴ്ചപ്പം കിട്ടിയത്. ഓക്കെ, താങ്ക്സ്. ഓക്കെ ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക്സ്. തട്ടാനേ വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രായമുള്ള ആളാ. ഇനി അങ്ങോട്ട് കെട്ടിയെടുക്കൊന്നും വേണ്ട, ഇവിടെ മതി. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സിനിമ ലൊക്കേഷൻ. അതായത് 3-4 മൂവി ഇവിടുന്ന് സത്യനന്ദിക്കാടിൻ്റെ സംവിധാനത്തിൽ തന്നെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പൊന്മുട്ടിയിടുന്ന താറാവാണ് മെയിൻ. അതായത് ശ്രീനിവാസൻ, ജയറാം, പാർവതി, ഊർവശി, ഒടുവിലുണ്ണി കൃഷ്ണൻ, അങ്ങനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ കുറേ ഒരുപാട് താരങ്ങൾ അണിനിരുന്ന ഒരു പടമാണ് ഇതൊക്കെ. അപ്പോൾ അതിന് നല്ല നല്ല കോമഡി സീന് ഒക്കെ ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് അത് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ബിൽഡിങ് പുതിയതായിട്ട് പണിതാണ്. പഴയ ഒരു ബിൽഡിങ്ങാണ്, അതായത് 2 നില ബിൽഡിങ്ങാണ്. ബാക്കി അങ്ങോട്ട് പോയിട്ട് പറയാം. അതായത് ആ മൂവിയിൽ പൊന്മുട്ടയിടുന്ന താറാവിൽ ഈ ഒരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ് ഇപ്പോൾ പുതുക്കി പണിതാണ്. പണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ബിൽഡിങ്ങാണ് മാമുക്കോൻ്റെ ചായക്കട ഇവിടെയാണ്. ആ ചായക്കട, മാമുക്കോൻ്റെ ചായക്കട ഇത്. പിന്നെ അതുമല്ല തട്ടാൻ ഭാസ്കറിൻ്റെ കട ഇത്, ഈ 2ാമത്തെ ഷോപ്പ്. മുകളിൽ ഊർവശീൻ്റെ നൃത്ത പഠന കേന്ദ്രം ഈ മുകളിലത്തുണ്ട്. ശാരി നടത്തുന്ന നൃത്ത വിദ്യാലയം ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒത്തിരി കോമഡി സീൻസൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്, പൊന്മുട്ട ഇടുന്ന താറാവിൽ. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പം കുറേ കുട്ടികളുണ്ടല്ലോ, പഠിക്കുകയാണല്ലോ. അപ്പോൾ ചവിട്ടിയിട്ട് ഈ കട താഴെ ബിൽഡിങ് ചായക്കട ഇളകുന്നതും ചായയിലേക്ക് പൊടി വീകുന്നതും മണ്ണ് തൊയ്യുന്നതും പഴക്കലൊക്കെ ഉണ്ട് ഇങ്ങനെ വീഴുന്നത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സീന് ഇവിടുന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ മാമുക്കോ അതിന് ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും പോച്ച ചാടിക്കണമെന്നുള്ള ഒരു ദിവസത്തോടെ അടിയിൽ നല്ല തീയിടും. അങ്ങനെ പുക മേലോട്ട് എടുത്തിട്ട് പുകച്ച് ചാടിക്കാൻ നോക്കുന്നൊരു അങ്ങനെ കോമഡി, രസകരമായ കുറേ കോമഡി സീന്. പിന്നെ അതുമല്ല ഇവിടുന്ന് തട്ടാന് ഇവിടുന്ന് മാല ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കുറേ സീനുണ്ട്. ശ്രീനിവാസൻ, തട്ടാനായിട്ട് അഭിനയിച്ച ശ്രീനിവാസൻ ഇവിടുന്ന് മാല നിർമ്മിക്കുന്ന, അതായത് ഫേക്ക് മാല നിർമ്മിക്കുന്ന കുറേ നല്ല കോമഡി ഇവിടുന്നാണ് ചിത്രീകരിച്ചത്. അതുപോലെ തന്നെ സത്യനന്ദിക്കാട് ഇവിടെ വരാൻ കാരണം നല്ലൊരു ഉൾഗ്രാമമാണ്. കണ്ടാൽ തന്നെ അറിയാം, കുറേ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിംഗ് അവിടെ ഉള്ളതൊക്കെ. ഈ ആൽമരം കണ്ടാൽ തന്നെ അറിയാം. ഇത് പാലക്കാട് ജില്ലയിൽ ഉള്ളൊരു ഉൾഗ്രാമം. അത് ഇവിടെ നിന്നാണ് 3 സിനിമയും ഷൂട്ട് ചെയ്തത്. ഇത് പൊന്നാനി റോഡാണ്, പൊന്നാനിക്ക് പോകുന്ന റോഡാണത്. ഒറ്റപ്പാലത്ത് നിന്ന് പൊന്നാനിക്ക് പോകുന്ന റോഡ്. അതുപോലെ തന്നെ വേറൊരു സീൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മഴവിൽ കാവടി എന്ന സിനിമയിൽ ജയറാമിൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടൊരു സീനുണ്ട്. ഇവിടുന്ന് രജിസ്റ്റർ ഓഫീസ്, അതായത് ജയറാം കല്യാണം കഴിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് രജിസ്റ്റർ ഓഫീസായിട്ട് ചിത്രീകരിച്ച ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്, അപ്പോൾ പൊളിഞ്ഞ്
അങ്ങനെ പൊന്മുട്ടയിടുന്ന താറാവിലെ പാർവതി ഡാൻസ് സ്കൂൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻ്റ് അടിക്കുക. അത് പറയാൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നല്ല കമൻ്റ് ഒന്ന് തെറി വന്നു. അപ്പോൾ കാണിക്കാനും പറ്റില്ല, അക്കോലത്തിലാണത് വന്നത്. കാരണം അത് കാണിക്കുന്നില്ല, അല്ല താഴെ കാണിക്കുന്നു. ചെറിയ മക്കളൊക്കെ എടുത്ത് നോക്കുന്നല്ലേ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ അങ്ങനത്തെ മോശമായിട്ട് അത്രയും മോശമായിട്ടുള്ള കമൻറ്റാണ് വന്നത്. അപ്പോൾ നല്ല നല്ല കമൻ്റ് അടിക്കുക, ആരോഗ്യപരമായിട്ടുള്ള കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വേറെ വിഷയം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോ വാത്സല്യ ലൊക്കേഷൻ ഷൂട്ട് ചെയ്ത വീഡിയോ, ആ ലൊക്കേഷൻ കാണിച്ചില്ല, ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തുള്ള വീഡിയോ ആണ്. അത് 1,00,000 എത്താൻ പോവുകയാണ് വ്യൂവേഴ്സ്, 1,00,000 വ്യൂവേഴ്സ്. അപ്പം എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.